എൻ്റെ പ്രിയ മിസ് നോബൽ, ഭാരതത്തിലേക്ക് വന്ന് കാര്യങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ നീ നിശ്ചയിച്ചിരിക്കുന്നുവെന്നറിയിക്കുന്ന ഒരു കത്ത് ഇന്നലെ എൻ്റെ സ്റ്റഡിയിൽ നിന്നും എനിക്ക് കിട്ടി. അതിന് ഞാൻ ഇന്നലെ മറുപടി അയച്ചു. പക്ഷേ നിൻ്റെ പദ്ധതിയെക്കുറിച്ച് മിസ് മ്യൂളറിൽ നിന്ന് മനസ്സിലാക്കിയ സംഗതി ഈ കുറിപ്പ് കൂടെ ആവശ്യമാക്കിയിരിക്കുന്നു. അത് നേരിട്ടാകുന്നതാണ് കൂടുതൽ നല്ലത്. ഭാരതത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിനക്കൊരു വലിയ ഭാവിയുണ്ടെന്ന് ഞാൻ നിന്നോട് തുറന്നു പറയട്ടെ. വേണ്ടിയിരുന്നത് ഒരു പുരുഷനല്ല, സ്ത്രീയാണ്, ഒരു യഥാർത്ഥ സിംഹിക. ഭാരതീയർക്ക് വേണ്ടി, വിശേഷിച്ചും സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. ഭാരതത്തിന് ഇനിയും മഹതികളെ ഉളവാക്കാനാകുന്നില്ല. മറ്റു ജനതകളിൽ നിന്ന് കടം വാങ്ങേണ്ടിയിരിക്കുന്നു. നിന്റെ വിദ്യാഭ്യാസം, ആർജവം, പരിശുദ്ധി, അപരിമിത പ്രേമം, ദൃഢനിശ്ചയം, സർവോപരി അത്ലറ്റിക് രക്തവും ഉള്ള നീ തന്നെയാണ് പറ്റിയ സ്ത്രീ. എങ്കിലും വിഷമങ്ങൾ വളരെയാണ്. ഇവിടുത്തെ കഷ്ടതയെയും അന്ധവിശ്വാസത്തെയും അടിമത്തത്തെയും കുറിച്ച് നിനക്ക് ഒരാശയവും രൂപവൽക്കരിക്കാനാകില്ല. ജാതിയെപ്പറ്റിയും ഒറ്റ തിരക്കലിനെ പറ്റിയും വിചിത്ര സങ്കല്പങ്ങളോട് കൂടിയ തങ്ങൾ അളവുറ്റ് വെറുക്കുന്ന വെള്ളത്തൊലിയെ ഭയന്നോ വെറുത്തോ ഒഴിവാക്കിക്കളയുന്ന അർദ്ധനഗ്നരായ സ്ത്രീ പുരുഷന്മാരുടെ ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയ്ക്കായിരിക്കും നീ. മറുവശത്താകട്ടെ, വെള്ളക്കാർ നിന്നെ ഒരു കിറുക്കിയായിട്ടാവും കരുതുക. നിന്റെ ഓരോ ചലനത്തെയും അവർ സംശയത്തോടു കൂടി നിരീക്ഷിക്കുകയും ചെയ്യും. പിന്നെ ദേശപ്രകൃതി ഭയങ്കര ചൂടുള്ളതാണ്. മിക്കയിടത്തും ഞങ്ങളുടെ ഹേമന്തം നിങ്ങളുടെ ഗ്രീഷ്മം പോലെയാണ്. തെക്കാകട്ടെ എപ്പോഴും പൊള്ളുന്ന വേനലാണ്. നഗരങ്ങൾക്ക് പുറത്ത് ഒരൊറ്റ യൂറോപ്യൻ സംസ്കാരവും ലഭ്യമല്ല. ഇങ്ങനെയൊക്കെ ആയിട്ടും സാഹസപ്പെടാൻ നീ ധൈര്യപ്പെടുന്ന പക്ഷം നിനക്ക് സ്വാഗതം, 100 വട്ടം സ്വാഗതം. എന്നെ സംബന്ധിച്ചാണെങ്കിൽ മറ്റുള്ളിടത്തുനിന്ന പോലെ ഇവിടെയും ഞാൻ ആരുമല്ല. പക്ഷേ എനിക്കുള്ള അല്പ സ്വാധീനത നിന്റെ സേവനത്തിനായി അർപ്പിക്കപ്പെടും. ചാടി പുറപ്പെടും മുമ്പ് നീ നല്ലപോലെ ചിന്തിക്കണം. പ്രവർത്തനാനന്തരം നീ ഇതിൽ പരാജയപ്പെടുകയോ മടുക്കുകയോ ചെയ്യുന്ന പക്ഷം ഞാനായിട്ട് ഇത് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ മരണം വരെ നിന്നോടൊത്ത് നിലകൊള്ളുന്നതായിരിക്കും. നീ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും, നീ വേദാന്തം വെടിയുകയോ അതിൽ നിലകൊള്ളുകയോ ചെയ്താലും ആനക്കൊമ്പ് പുറത്തേക്ക് വരുന്നു, എന്നാൽ ഒരിക്കലും മടങ്ങിപ്പോകുന്നില്ല. അതുപോലെ എത്രേ ഒരു പുരുഷൻ്റെ വാക്കുകൾ. ഒരിക്കലും പിൻവാങ്ങാത്തത് ഞാനത് ഉറപ്പുവരുന്നു. കൂടാതെ നിനക്കൊരു ലേശം മുന്നറിയിപ്പ് നൽകേണ്ടിയിരിക്കുന്നു. നീ നിന്റെ കാലിൽ തന്നെ നിൽക്കണം. മിസ് മ്യൂളറുടെയോ മറ്റാരുടെയെങ്കിലുമോ ചിറകൾക്ക് അടിയിലാവരുത്. മിസ് മ്യൂളർ അവരുടെ സ്വന്തം വഴിക്ക് ഒരു നല്ല മഹതിയാണ്. പക്ഷെ ദൗർഭാഗ്യത്തിന് അവരൊരു ബാലികയായിരിക്കെ താനൊരു പിറന്ന നായികയാണെന്നും ലോകത്തെ ഇളക്കുവാൻ പണമല്ലാതെ മറ്റൊരു യോഗ്യതയും ആവശ്യമില്ലെന്നും ഒരു തോന്നൽ അവരുടെ തലയിൽ കൂടി കടന്നുകൂടി. താൻ എത്ര കരുതിയിട്ടും ഈ ആശയം വീണ്ടും വീണ്ടും ഉപരിതലത്തിൽ വന്നു പോകും. കുറച്ചു നാൾക്കകം അവരോടൊന്നിച്ച് പോകാൻ സാധ്യമല്ലെന്നും നിങ്ങൾക്ക് കാണാം. അവർക്കും നിനക്കും യൂറോപ്പിലോ അമേരിക്കയിലോ നിന്ന് വരാവുന്ന സ്നേഹിതർക്ക് വേണ്ടി ഒരു വീടെടുക്കാൻ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നു. അതവരുടെ വലിയ കനവും നന്മയും തന്നെ. പക്ഷേ മഠാധിപയാവാനുള്ള അവരുടെ പദ്ധതി 2 കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും നടപ്പിലാകില്ല. തൻ്റെ പ്രചണ്ഡ പ്രകൃതിയും ധിഖരിക്കുന്ന നടത്തവും, കൂടാതെ ഭയങ്കരമാംവിധം ചഞ്ചലമായ മനസ്സും, വളരെ പേരോടും വിദൂര മൈത്രിയാണ് അത്യുത്തമം. തൻകാലിൽ നിൽക്കുന്നവന് സർവ്വം സുഗമമായിരിക്കുകയും ചെയ്യും. മിസ്സിസ് സേവിയർ ഒരു മഹതീരത്നമാണ്. അത്ര നല്ലവൾ, അത്ര കനുവുള്ളവൾ. നേറ്റീവുകളെ വെറുക്കാത്ത ഇംഗ്ലീഷുകാർ സേവിയർ ദമ്പതിമാർ മാത്രമാണ്. സ്റ്റഡി പോലുമല്ല. സേവിയർമാർ മാത്രമാണ് രക്ഷാധികാരികളാണെന്ന ഭാവത്തോടെ വരാത്തവർ. പക്ഷെ അവർക്ക് ഇനിയും സ്ഥിരമായ പദ്ധതിയൊന്നുമില്ല. നീ വരുമ്പോൾ നിന്റെ ഒപ്പം പ്രവർത്തിക്കാൻ അവരെ കിട്ടിയേക്കാം. അത് അവർക്കും നിനക്കും യഥാർത്ഥത്തിൽ സഹായമായിരിക്കും. ഒക്കെ ആയാലും തൻകാലിൽ തന്നെ നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ വസന്തകാലത്ത് അമേരിക്കയിൽ നിന്ന് എൻ്റെ 2 സ്നേഹിതകൾ ബോസ്റ്റണിലെ മിസ്സിസ് ഓളി ബുള്ളും മിസ് മസ്കിലോഡും ഭാരതം സന്ദർശിക്കാൻ വരുന്നതായി ഞാൻ അറിയുന്നു. മിസ് മക്ലിയോഡിനെ നിനക്ക് നേരത്തെ തന്നെ ലണ്ടനിൽ വെച്ച് അറിയാമല്ലോ. പാരീസ് വേഷമണിഞ്ഞ ആ അമേരിക്കൻ യുവതിയെ മിസ്സിസ് ഓളി ബുള്ളിന് ഏതാണ്ട് 50 ആയിട്ടുണ്ട്. അവർ എനിക്ക് അമേരിക്കയിൽ ഒരു സദയ സ്നേഹിതയായിരുന്നു. അവരും യൂറോപ്പ് വഴിക്ക് വരികയായതുകൊണ്ട് അക്കൂട്ടത്തിൽ നീയും കൂടുന്നത് യാത്രാവൈരസ്യം ലഘൂകരിക്കാൻ കൊള്ളാമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്റ്റഡിയിൽ നിന്ന് ദീർഘകാലത്തിന് ശേഷം ഒരു കുറിപ്പ് കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ അത് വളരെ തണുപ്പനുമായിരുന്നു. ലണ്ടൻ പ്രവർത്തനം കൊഴിഞ്ഞു വീണതിൽ അയാൾ നിരാശനായിരിക്കുമെന്ന് തോന്നുന്നു. ചിരപ്രേമപൂർവ്വം എന്നും ഭഗവാനിൽ സ്വന്തം വിവേകാനന്ദൻ.